അമേരിക്കയിലെ പുതിയ കാഴ്ചകളുമായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ശനിയാഴ്ച വൈകിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. സീസൈഡാണ്. നമ്മുടെ നാട്ടിലെ ആലപ്പുഴ ബോട്ട് ജെട്ടി പോലൊക്കെ തോന്നിക്കുന്നതായിട്ടുള്ള ഒരു സീസൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ഇതാണ് അതിൻ്റെ പേര്. ബേ ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. ഇത് ദൂരെ അങ്ങ് വെള്ളത്തിനകത്തൊരു ഷിപ്പ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. 3 വശവും വെള്ളമാണ്. നല്ല ഭംഗിയുള്ള നല്ല രസകരമായ ആംബിയൻസ് ഉള്ളതായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ഒരു കഫേ മാതിരിയാണ്. വെള്ളമുള്ളതുകൊണ്ട് നല്ലൊരു ആംബിയൻസാണ്. അതിൻ്റെ ചുറ്റും ഇതുപോലുള്ള കെട്ടിടങ്ങളുണ്ട്. വീടുകൾ പോലെ നമുക്ക് തോന്നിക്കും. അത് അവിടെ താമസമോ ഒന്നുകിൽ റെസ്റ്റോറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ താമസിക്കുന്നതായിരിക്കും. അത് നല്ല ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റത്ത് ഒരു കപ്പൽ കിടക്കുന്നത് ശ്രദ്ധിച്ച് കാണുമല്ലോ. അത് വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് കിടക്കുന്നത്. ദൂരെ മാറി നങ്കൂരമിട്ട് കിടക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസും ഒരു റെസ്റ്റോറൻറ്റിന് ഒരു വലിയ വലിപ്പമില്ലെങ്കിലും വെള്ളം നല്ല ഭംഗിയായിരിക്കുന്നു. അതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഷിപ്പെന്ന് പറയുന്നത്. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ സായാഹ്നങ്ങളിൽ അവിടെ സായിപ്പന്മാരാണേലും പല ആൾക്കാരും അവിടെ എത്തുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഇത് ഒരു സൈഡിലുള്ളതായിട്ടുള്ള വീടുകളാണ്. അത് റിസോർട്ടാണോ അതോ ഹോം സ്റ്റേ ആണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതുപോലുള്ള ചെറിയ റെസ്റ്റോറൻറ്റുകളോ ഒക്കെ ആയിരിക്കും. എന്താണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. ആൾക്കാരെല്ലാം വന്നിരുന്ന് വൈകിട്ട് ഡ്രിങ്ക്സ് അടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇവിടെ കൂടുതലും സീ ഫുഡാണ് കിട്ടുന്നത്. ഈ കടലിൻ്റെ നടുക്ക് കടലിൻ്റെ ഈ സൈഡിലുള്ളതായിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് ഒത്തിരി മനോഹരമാണ്. അവിടെ കടലിലേക്ക് ഇറങ്ങി നിൽക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോട്ടയിൽ ആൾക്കാർ വരുന്നുണ്ട്. ചെറിയ ബോട്ടുകൾ തുഴഞ്ഞ് വേറെ ഐലൻഡിൽ നിന്നാണ് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ആമസോണിൻ്റെ വലിയൊരു ഷോറൂമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കയറി വരുന്ന നമ്മുടെ ഒരു കുട്ടനാടൻ സ്റ്റൈലിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. കാരണം ഒരു സൈഡിൽ വെള്ളവും ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റും എല്ലാമായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള നല്ല ആംബിയൻസ് ഉള്ളതായിട്ടുള്ളൊരു കഫേയാണ്. പിന്നെ ഇവിടെ താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കാനും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അതായത് വേറെ ബോട്ടയിൽ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വൈകുന്നേരങ്ങളിൽ, ഒത്തിരി രാത്രിയായില്ല, സന്ധ്യയായി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു 6 മണി 7 മണി ആയതേ ഉള്ളൂ. ഇവിടെ 9 മണിയാവുമല്ലോ രാത്രിയാവുമ്പം. ആ സമയമായതേ ഉള്ളൂ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. മദാമ്മമാരൊക്കെ ഉണ്ട്. പല ഇവിടുത്തെ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഈ വ്ളോഗ് എടുത്തപ്പോൾ ഒത്തിരി സന്തോഷം. അവരൊക്കെ ഹായ് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വ്ളോഗ് എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൊണ്ട് ചിരിച്ച് തമർക്കുന്നുണ്ട്. ഇങ്ങനെ മെനു ഒക്കെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യുകയാണ്. സീ ഫുഡ് ഐറ്റങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഫിക്സ്. ഇതാണ് ആമസോണിൻ്റെ ഒരു ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെ ബ്ലൂ കളർ ബോർഡറുമായിട്ട് കാണുന്നതായിട്ടുള്ള ആ കെട്ടിടമാണ്. പിന്നെ ചെറിയ വള്ളങ്ങളൊക്കെ സൈഡിൽ കിടപ്പുണ്ട്. പിന്നെ കണ്ട ഈ സൈഡിലെല്ലാം വള്ളങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബോട്ട് വന്നിറങ്ങുന്നതായിട്ടുള്ള സ്ഥലം. അതിൽ അവിടെ നിന്ന് കയറി റെസ്റ്റോറൻറ്റിലേക്ക് വരാവുന്നതാണ്. പിന്നെ ഞാൻ വെളിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഒന്നുകൂടെ കാണിക്കുന്നത്. നല്ല ഭംഗിയാണ്. ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യാണ്. ഓരോരുത്തർ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നും സൈഡിൽ നിന്നും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുകയാണ്. നല്ല ഭംഗിയാണ്. പിന്നെ അതും പ്രത്യേകിച്ച് ഒരു സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയമാണ്. അതുകൊണ്ടാണ് അത്രയും ആംബിയൻസിന് ഇത്ര വലിയ പ്രസക്തിയുള്ളത്. താണ്ട ബോട്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. ആ ബോട്ടിൽ 2 പേരുണ്ട്. ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവർ 2 പേരും വന്നിപ്പോൾ എവിടെ ഇറങ്ങും. 2 പേരും കൂടെ ചേർന്നാണ് ആ ബോട്ട് അവിടെ വലിച്ചു കെട്ടുന്നതൊക്കെ. അതിന് ശേഷം അവർ കഴിക്കാനായിട്ട് അവിടോട്ട് കയറി വരും. അടുത്ത് ബോട്ട് ഹസ്ബൻഡും വൈഫും കൂടാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെയാണ് അത് തുഴഞ്ഞു വരുന്നത് തന്നെ. അവർക്ക് നമ്മുടെ കാറിന് നമ്മൾ
വരുന്നത് പോലെ തന്നെ അവരിങ്ങനെ ബോട്ടിലാണ് വരുന്നത്, യാത്ര ചെയ്ത് വരുന്നത്. അങ്ങ് ദൂരത്തായിട്ടാണ് ഷിപ്പ് കിടക്കുന്നത്, വെള്ളത്തിൻ്റെ നടുക്കായിട്ട് കിടക്കുന്നു. അത് അപ്പുറം കര എന്തോ ഐലൻഡാണെന്ന് തോന്നുന്നു. ആ സൈഡിലൊക്കെ ആ കാണുന്നതായിട്ടുള്ള അത് ഐലൻഡാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ കാഴ്ച വളരെ മനോഹരമായിട്ടാണ്. ഇതൊരു ഹോം സ്റ്റേ ആണ്. ആൾക്കാരിങ്ങനെ വന്ന് പൈസ ഇഷ്ടം പോലുള്ള ആൾക്കാരില്ലേ ഇവിടെയൊക്കെ വന്ന് താമസിക്കുകയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡ്രിങ്ക്സും സ്നാക്സും എല്ലാം ഉണ്ട്. ഫിഷ് ഐറ്റം ഒത്തിരിയുണ്ട്. എല്ലാവരും ഫിഷ് ഐറ്റമാണ് ഇവിടെ ഓർഡർ ചെയ്യുന്നത് കഴിക്കാനായിട്ട്. നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിക്ക് സമീപവും നമ്മൾ ആലപ്പുഴ എന്തുവാ പറയുന്നത്, ബോട്ട് യാത്രയ്ക്ക് പോകാനായിട്ടൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാകുമല്ലോ, അതുപോലെയാണ് ഇവിടെ. മീൻ വിഭവങ്ങളെല്ലാം കിട്ടും ഇവിടെ. പലതരത്തിൽ നമ്മുടെ നാട്ടിലെ കുക്കിംഗ് അല്ലെന്നുള്ളതേ ഉള്ളൂ. ബേക്ക്ഡ് ഐറ്റമായിരിക്കും, ഗ്രിൽഡ് ഐറ്റമായിരിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിൽ. ഈ വീടുകളൊക്കെ ആണെങ്കിലും ഇതുപോലെ താമസക്കാരോ ഒക്കെയാണ്. പക്ഷെ നല്ല ഒത്തിരി രസമായിരിക്കുന്നു ആ സന്ധ്യാസമയത്ത് അവിടെ പോയിരിക്കുന്നത്. ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യാനായിട്ടാണ് ഇവിടെ വരുന്നത്. വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ആൾക്കാരെല്ലാം. ആ സൈഡിലായിട്ട് എല്ലാവരും അകത്ത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതിനേക്കാട്ടിലും താല്പര്യപ്പെടുന്നത് വെളിയിലുള്ള ചെയർ അറേഞ്ച് ചെയ്ത് അവിടെ ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കുമായിട്ട്. ഞങ്ങളുടെ ടേബിൾ ഇവിടെയാണ്. എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. സീ ഫുഡ് അവരിപ്പോൾ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത്രയും നേരം കൊണ്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. എത്ര നേരം ഫോട്ടോ എടുത്തിട്ടും തികയുന്നില്ല. അത്രയ്ക്ക് നല്ല ആംബിയൻസൊക്കെയാണ്. പിന്നെ ശനിയാഴ്ച വൈകിട്ടായതുകൊണ്ട് ഒരു വീക്കെൻഡൂടെ ആഘോഷിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളിവിടെ വന്നത്. പിന്നെ സൂര്യൻ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. ഇവിടെ രാത്രി 9 മണിയാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ കടലിൻ്റേതായിട്ടുള്ള ഒരു കായലിൻ്റേതായിട്ടുള്ള ഭംഗി. ബോട്ട് എത്തിയിരിക്കുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക ബോട്ട്. എന്നിട്ട് അവിടെ അത് കെട്ടി ഇട്ടതിന് ശേഷം അവർ കയറി വരും. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് യാത്രാ ബോട്ടാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളുമായിട്ട് സംസാരിച്ചവർ അവരുടെ സ്വന്തം ബോട്ടാണ്. അവർ ഭാര്യയും ഭർത്താവും കൂടി വേറൊരു ഐലൻഡിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ വന്ന് അവർ ഫുഡ് കഴിക്കാനായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കയറാനായിട്ട് അവർ വന്നതാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ജീവിതം എൻജോയ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് നമുക്ക് കാറ് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇവർക്കൊരു ബോട്ട്. ആ ബോട്ടിൽ അവർ യാത്ര ചെയ്ത് വരിക, അവർ തന്നെ തുഴഞ്ഞ് വരിക. അത് മോട്ടോർ ബോട്ടാണ്. അപ്പോൾ പിന്നെ അത് പ്രയാസമില്ല. ഇതാണ് സായിപ്പന്മാരുടെയൊക്കെ ലൈഫെന്ന് പറയുന്നത്. നമ്മളെപ്പോലെ അല്ലല്ലോ. അങ്ങനെ അവരവിടെ കൊണ്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ആ ലാഘവത്തോടു കൂടി തന്നെയാണ് അവർ ബോട്ട് കൊണ്ടുവന്ന് അവിടെ കെട്ടിയിടുന്ന അങ്കുരം ഇടുന്നത്. ആ സ്ത്രീയും വൈഫും ഇതുപോലെ സഹായിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെയാണ് ആ ബോട്ട് കരയ്ക്ക് അടുപ്പിച്ചിട്ട് അവിടെ അത് കെട്ടിയിടുന്നത്. എനിക്ക് ഒരുപാട് ആശ്ചര്യം തോന്നി. ആ സ്ത്രീ ആ ബോട്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിയിടാൻ നങ്കൂരം ഇടുന്നതും ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ. ഭയങ്കര പൈസക്കാരാണ്, ഒത്തിരി പൈസ ഉള്ളവരാണ്. അവരിങ്ങനെ അവരുടെ ജീവിതം എൻജോയ് ചെയ്യുകയാണ്. ഇതുപോലെ ഇങ്ങനെ പല ആൾക്കാരും വരുന്നുണ്ട് ഈ റെസ്റ്റോറൻറ്റിലേക്ക്. അവരിതുപോലെ കൊണ്ടുവന്ന് ബോട്ട് അവിടെ കൊണ്ടുവന്ന് നങ്കൂരം ഇട്ടതിന് ശേഷം ആ വഴിയെ കയറി വരും. എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ആദ്യമേ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരും. ഒരു ബക്കറ്റ് ഞങ്ങളുടെ ടേബിളിലുണ്ട്. അത് ഈ സോസ് എല്ലാം കുറേ ബോട്ടിലുള്ള ഇതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുക. ഇതാണ് ഫുഡ് വന്നിരിക്കുന്ന എല്ലാം ഫിഷ് ഐറ്റമാണ് വന്നിരിക്കുന്നത്. ഫിഷ് ആൻഡ് ചിപ്സ് ഞങ്ങൾ ഓർഡർ ചെയ്തു. അതൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രോൺസ് അങ്ങനത്തെ കഴിക്കുന്നതിനകത്തല്ല പ്രധാനം, ഒത്തിരി കഴിക്കുന്നതല്ല. ആ ഒരു ആംബിയൻസ് നമ്മളത് ആസ്വദിക്കുക എന്നുള്ളതാണ്. നാട്ടിലൊന്നും പോകാൻ വയ്യാത്തവർക്ക് ആലപ്പുഴയുടെ ആ ഒരു ഭംഗി ആസ്വദിക്കുന്നതിനായിട്ട് അതിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയാം. അതുപോലുള്ള ഒരു അനുഭവം നമുക്ക് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്.
അത് ധാരാളം ബോട്ടുകളൊക്കെ അവിടെ ഇവിടെയും കിടപ്പുണ്ട്. പിന്നെ അതുപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായിട്ടുള്ള കെട്ടിടങ്ങൾ, പിന്നെ ദൂരത്തായിട്ട് വേറെ ഐലൻഡ് ഒക്കെ നമുക്ക് കാണാം. ഞങ്ങളവിടെ താഴെയൊക്കെ ഇറങ്ങി നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏതായാലും ഒന്നാമത് ആ സന്ധ്യാസമയം, ആ സമയത്ത് ഇങ്ങനെ കായലിൻ്റെ കരയ്ക്കായിട്ട് പോയി ഇരിക്കുന്ന ആ ഒരു പ്രതീതി നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതിൻ്റെ അത്രയും വില തോന്നത്തില്ലായിരിക്കും. എനിവേ ഇവിടെ അമേരിക്കയിൽ ഇങ്ങനെ ഒരു സൗകര്യമുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് പോയി കാണുന്നത്. ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഫുഡ് കഴിക്കുന്നതിനേക്കാളിലൊക്കെ ഒരു ആംബിയൻസാണ് ഞാൻ ആസ്വദിച്ചത്. അങ്ങനെ ഞങ്ങളവിടെ കുറേ സമയം ഇരുന്നു. അതിനുശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആൾക്കാരെല്ലാം ഇരിക്കുന്നുള്ളൂ, രാത്രിയായിട്ടേ പോകത്തുള്ളൂ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരത്തെ. അതായത് ആലപ്പുഴ കൂടെ നമ്മൾ വയലിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒത്തിരി പ്രദേശം ഇങ്ങനെ വയൽ പോലെ തോന്നിക്കുന്നതായിട്ടുള്ള പ്രദേശം. അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നദി ഒഴുകുന്നത് പോലെ, അങ്ങ് ദൂരത്തായിട്ട് ആ വെള്ള നിറത്തിൽ കാണുന്ന ഒരു നദി ഒഴുകുന്നത് പോലെ ആണ്. നദി അല്ലായിരിക്കും, പക്ഷേങ്കിൽ എന്തോ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. നെൽപ്പാടത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ നദി പോലെ തോന്നുന്നത്, തോടുകൾ പോലെ നമുക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്താണ് റോഡിലേക്ക് എത്തുന്നത്. ഇതങ്ങ് കായൽ, അതായത് കടലിൻ്റെ സൈഡിലോട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് ഉള്ളടയിലോട്ട് പോയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ആ വെള്ളം അങ്ങോന്ന് ഞങ്ങൾ അവിടുന്ന് തൊട്ട് കണ്ടുവരുന്നതാണ്. എനിക്കറിയില്ല അതെന്താണ്, നദിയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാൽ വളരെ മനോഹരമാണ്. നമ്മുടെ നാട്ടിലെ നെൽപ്പാടം പോലെ തോന്നിക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കൂടാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് റോഡിലേക്ക് കയറി ഒരു സിഗ്നലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഞങ്ങൾ നോക്കുന്നതെന്നു വെച്ചാൽ ആകാശത്തേക്ക് അതോ നോക്കിക്കുക, ഒരു ഫ്ലൈറ്റ് വന്ന് താഴുന്നതായിട്ട് സിഗ്നൽ കുറച്ച് സമയമുണ്ട് അപ്പം കിട്ടാനായിട്ട്. അപ്പോൾ ആ ഫ്ലൈറ്റ് വരുന്നത് ഒത്തിരി രസമായിട്ട് തോന്നി. അവിടെ താഴേക്ക് ഇറങ്ങി വരുന്ന ഫ്ലൈറ്റ് കുറച്ച് വലുതായിട്ട് നമുക്ക് കാണാം. അതിനടുത്തായിട്ടാണ് എയർപോർട്ട്. അപ്പം അതിങ്ങനെ വരുന്ന അത്രയും സമയം ഞങ്ങൾ ക്യാമറയും വെച്ചിട്ട് നോക്കിയിരുന്നു, ഒത്തിരി അടുത്ത് കാണാനായിട്ട്. അതാ കാണാം ദൂരെ നിന്നുകൊണ്ട് ഫ്ലൈറ്റ് വരുന്നത്. ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങുക, ഒത്തിരി ഭംഗിയായിട്ട് തോന്നിയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തലയുടെ മണ്ടയ്ക്ക് കൂടെ കാണിറങ്ങി വരുന്ന ഒത്തിരി വലുപ്പമായിട്ട് കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ഫോർട്ട് ടോക്കൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോർട്ട് കാണാനായിട്ട് വന്നു. അതും ഒരു സീ സൈഡാണ് ഈ ഫോർട്ട്. അവിടെ ആർമിയുടെ എന്തോ ഒരു ഓഫീസൊക്കെ അവിടെ ഉണ്ട്. പോലീസിൻ്റെ, ആർമിയിലെ പോലീസിൻ്റെ ആൾക്കാരുടെ ഒക്കെ ഓഫീസുകളുണ്ട് അവിടെ. അതിനകത്തേക്ക് നമ്മുടെ വണ്ടിയൊന്നും വിടത്തില്ല. ആ ഫോർട്ട് കാണാനായിട്ട് ഞങ്ങളകത്തേക്ക് നടന്നു പോകും. കുറേ ദൂരം അകത്തേക്ക് നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളിയൊക്കെ നമുക്കുണ്ട്. ഫോർട്ട് ടോട്ടൺ എന്നാണ് ഇതിൻ്റെ പേര്, ഫോർട്ട് ടോട്ടൺ. അതിനകത്ത് ഒരു പാർക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഓഫീസുകളുണ്ട്. നമ്മുടെ വണ്ടിക്കൊന്നും പെർമിഷൻ ഇല്ല അതിനകത്തോട്ട് കയറി പോകാനായിട്ട്. അതുകൊണ്ട് വണ്ടി വെളിയിലിട്ടിട്ട് ഞങ്ങൾ അതൊരു സീ സൈഡാണ്. എന്തായാലും സൈഡിലെല്ലാം നടന്ന് അതിനെക്കുറിച്ച് ചരിത്രങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് ഇതിൻ്റെ അകത്തായിട്ടാണ് ഫോർട്ട് എന്ന് പറയുന്നത്. അവിടെ പാർക്കൊക്കെ ഉണ്ട് അതിനകത്തായിട്ട്. പിന്നെ ഓഫീസുകളൊക്കെ ഉണ്ട്, കോസ്റ്റ് ഗാർഡിൻ്റേതും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതിനെപ്പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ എഴുതിയിരിക്കുകയാണ്. സീ സൈഡിൽ പോയി കുറേ നേരം ഒത്തിരി മലയാളികളൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ടുള്ള വേറൊരു കാഴ്ചയുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയാം. ഇതിനകത്ത് നല്ലൊരു പാർക്കുണ്ട്, നല്ലൊരു പള്ളി ഉണ്ട്, ഒരു ചാപ്പൽ. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് കാണാം ഒരു നല്ല ചാപ്പലുണ്ട്. ആ ചാപ്പലൊന്നും തുറന്നിട്ടില്ല. ഇത് അറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്തൊന്നും ഉണ്ടാക്കിയതാണോ ഒന്നും അറിയത്തില്ല. ഫോർട്ട് ടോട്ടൺ പാർക്ക് എന്നായതിൻ്റെ പേര്. ഫോർട്ട് ടോട്ടൺ പാർക്ക്, അതാണ് ആ പള്ളി. നീണ്ടു നിൽക്കുന്ന സ്തൂപം പോലെ കാണുന്നതാണ് ഒരു പള്ളി. അത് ചാപ്പല, ഒരു ചാപ്പലെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് കല്ല് കെട്ടിയ പുലിമുട്ടെന്ന് പറഞ്ഞു പോകാതിരി നമ്മുടെ നാട്ടിൽ അതുപോലുള്ളിടത്തൂടെ പോയി ആൾക്കാർ നടുക്കോട്ട് പോകുന്നുണ്ട്, കടലിൻ്റെ നടുക്കോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അങ്ങേ സൈഡിൽ രണ്ട്
സ്ഥലങ്ങൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പാലം, ആ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു തൂക്കുപാലം പോലെയാണ് നമുക്ക് കാണുന്നത്. പാലത്തിൽ കൂടെ വണ്ടിയെല്ലാം പോകുന്നുണ്ട്. ആ 2 സ്ഥലങ്ങൾ തമ്മിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? തൂക്കുപാലം. ഇത് ഇങ്ങനത്തെ ഈ പാലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തൂക്കുപാലം ഭയങ്കര രസമാണ് കാണാൻ. അവിടെ നിന്നുള്ളത് അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ വളഞ്ഞ് കെട്ടിടങ്ങൾ. ഇതൊരു ബ്രിഡ്ജാണെന്നൊന്നും തോന്നിക്കുന്നു. ഒരു സൈഡ് മുഴുവൻ വെള്ളമാണ്, മറ്റേ സൈഡ് തൂക്കുപാലം. നല്ല മനോഹരമായിരിക്കും. എനിക്ക് ആംബിയൻസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ പുലിമുട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയിരുന്നു, കാറ്റ് ആസ്വദിച്ച് കുറേ നേരം സന്ധ്യാസമയം വരെ അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ പോയാൽ നമുക്ക് സമയമില്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കണ്ടില്ലേ തൂക്കുപാലം എന്ത് മനോഹരമായിരിക്കുന്നു. നിങ്ങൾ പലരും ഈ തൂക്കുപാലം കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ടായിട്ട് കാണുന്നത്. കണ്ടില്ലേ ആർമിയുടെ ഒരു ഓഫീസുണ്ട് ഇവിടെ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സൈഡിലൊക്കെ പിന്നെ വേറെ ചെറിയ പാർക്കുകളും ഒക്കെയുണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കളും ഒക്കെ ആയിട്ട്. പിന്നെ ഇത് അവരുടെ പതാക. അത്രയും നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും അടുത്ത ഒരു വ്ലോഗുമായിട്ട് എത്തുന്നതിന് വരെ നന്ദി.